ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമായ ശുക്രൻ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് രാശി മാറുന്നത്. ഇപ്പോൾ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ കന്നി രാശിയിലേക്കാണ് രാശി മാറി വരുന്നത്. കന്നി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. ആ ബുധൻ്റെ രാശിയിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ 12 രാശികളിൽ വരുന്ന ഒരു 6 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അത്ഭുതകരമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. ശുക്രൻ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹം, അതായത് നമ്മുടെ ലൗകിക ജീവിതത്തിന് ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ആ ഗ്രഹത്തിൻ്റെ മാറ്റം ഓരോ വ്യക്തികളെയും വളരെയധികം സ്വാധീനിക്കും. പ്രത്യേകിച്ചും ശുക്രനെ സമനായി കാണുന്ന സുഹൃത്ത് ഗ്രഹമായ ബുധൻ്റെ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ അത് വളരെ വളരെ ഉത്തമവുമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് സംഭവിക്കാൻ ഒരുപാട് വർഷങ്ങളുടെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ. അതുപോലെ തന്നെയാണ് ഒരു നിമിഷം കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ ഒരുപാട് കാലത്തിൻ്റെ ആവശ്യമില്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാനെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അതുപോലെയുള്ള ഒരു രാശിമാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒക്ടോബർ 9 മുതൽ ഒരു 6 രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ശുഭനാണോ പാപനാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശുക്രമഹാദശ നടക്കുന്നുണ്ടോ ജാതകപ്രകാരം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരങ്ങളാണോ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പറയുന്നത് രാശിയുടെ ഒരു പൊതുഫലമാണ്. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിക്കുന്നത്. അതുകൊണ്ട് രാശിഫലത്തിൽ നമ്മൾ എത്ര വലിയ നേട്ടങ്ങൾ ഗുണഫലങ്ങൾ പറയുമ്പോഴും അതുപോലെ എത്ര വലിയ ദോഷങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞാലും ആ രാശികളിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ആ ഗുണദോഷ ഫലങ്ങൾ അതേ അനുപാതത്തിൽ അളവിൽ അനുഭവത്തിൽ വരികയില്ല. ആ ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇവിടെ ശുക്രൻ്റെ ഗുണഫലങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം കൂടെ നടക്കുന്ന ആ ദശാകാലങ്ങൾ വളരെ ഉത്തമമാണെങ്കിൽ ആ ലഭിക്കുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് അനുഭവത്തിൽ വരും. മറിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ലഭിക്കുന്ന ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും അവരവരുടെ ജനന ജാതകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറയുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. നിങ്ങൾക്ക് അതിവിശിഷ്ടമായ അത്ഭുതകരമായ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് എടുത്തു പറയേണ്ട പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. പ്രത്യേകിച്ചും ബുധൻ്റെ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ ബുധൻ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും ധനകാരകനായ ഗ്രഹവുമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാർക്ക് നൽകുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റുമെന്നുള്ളതാണ്. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കും ഒരു നല്ല മാറ്റം ഈ ഒരു ശുക്രരാശി മാറ്റം നൽകും. കാരണം ധനാധിപതിയുടെ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായി ധനം കൈകളിൽ വന്നു ചേരുക, എത്ര വലിയൊരു ബാധ്യതയുള്ള വ്യക്തികളാണെങ്കിലും അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വരുമാന മാർഗം, ഒരു വഴി തെളിഞ്ഞു കിട്ടുക, ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, അങ്ങനെ പണം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, അവരവർക്കും അവരവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുമുള്ള പണം തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം, സന്തോഷം അനുഭവത്തിൽ വരും. നല്ല മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരനുഭവം വന്നു ചേരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെയുള്ള പല പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. അതുപോലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുക. സ്വന്തമായൊരു ഭൂമി അല്ലെങ്കിൽ ഗൃഹം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനൊക്കെയുള്ള തരത്തിലുള്ള യോഗഫലങ്ങളും ഈ സമയത്ത് ശുക്രൻ നിങ്ങളിലേക്ക് നൽകുന്നതാണ്.
അതുപോലെ സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിന് വേണ്ടി ചികിത്സകളൊക്കെ നടത്തുന്ന ഇടവം രാശിക്കാരുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഭാഗ്യം, ആ സന്താന ഭാഗ്യം ലഭിക്കുക. ഇടവം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്കൊരു ഉയർ വിദ്യാഭ്യാസമോ ഒരു വിദേശ ജോലിയോ വിദേശ പഠനത്തിനോ ഒക്കെയുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും. അതിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള വിവാഹം നിങ്ങളുടെ കുട്ടികൾക്ക് നടക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ എല്ലാവിധത്തിലുള്ള നന്മകളും ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ ശുക്രൻ നൽകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അധിപനും ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. ഏറ്റവും ശുഭത്വം നൽകുന്ന ഗ്രഹം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ല പോസിറ്റീവായ ഗുണഫലങ്ങൾ, നന്മകൾ നൽകുന്ന ഗ്രഹം ഭാഗ്യാധിപതി ധനാധിപതിയൊക്കെ ആയ ബുധൻ്റെ രാശിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരുകയും അതുപോലെ പിതൃസ്ഥാനത്ത് ഉള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകളൊക്കെ ലഭിക്കുക. അങ്ങനെ തുല്യരായ വ്യക്തികളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും. ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ബുധൻ. അതുപോലെ മിഥുന ലഗ്നക്കാർക്ക് ലഗ്നാധിപനും ബുധൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ രാശിയുടെ അധിപനായ ബുധൻ്റെ മറ്റൊരു രാശിയാണ് കന്നി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് മിഥുന രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെങ്കിൽ കുറേ കാലങ്ങളായി അനുഭവത്തിലില്ലാതിരുന്ന ആ ഒരു സുഖം എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതായത് മാനസികമായും ശാരീരികമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖാനുഭവങ്ങൾ ശുക്രൻ നൽകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായിട്ടുള്ളൊരു ഗ്രഹമാണ്. ആ ഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു രാശി മാറി കന്നി രാശിയിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകും. ശാരീരികവുമായും മാനസികമായ ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ സമയത്ത് മിഥുന രാശിക്കാർക്ക് കൈവരും. നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ വിധത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾ വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആശുപത്രി വാസങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അനുഭവം, അല്ലെങ്കിൽ ആ രീതിയിൽ ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിഥുന രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ശരീരത്തിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് പഴയതുപോലെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയം. ശരീരത്തിനൊരു പുത്തൻ ഉണർവ്, ഉന്മേഷം വന്നു ചേരും. അങ്ങനെ നിങ്ങൾക്ക് ആ ശാരീരികമായ ആരോഗ്യവും മാനസികമായിട്ടുള്ള നിങ്ങളുടെ സന്തോഷവും തിരിച്ചു കിട്ടുന്നതാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം. അതുപോലെ മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരുപാട് നേട്ടങ്ങൾ നൽകും. ശുക്രൻ എന്ന് പറയുന്നത് തന്നെ മിഥുനരാശിക്കാർക്ക് ശുഭകരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള നല്ല നല്ല ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. ഈ ശുക്രൻ രാശി മാറ്റം പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹന യോഗങ്ങൾ, മറ്റു ചിലർക്ക് ഒരു ഭൂമി വാങ്ങുവാനുള്ള യോഗങ്ങൾ, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള നേട്ടങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ വിദേശ ജോലി, വിദേശ യാത്ര ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയവും, ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ ഇതൊക്കെ സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യവും ഈ ഒരു സമയത്ത് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ഒരല്പം യാത്രകൾ ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഉയർച്ചകൾ, നന്മകളൊക്കെ ഈ ഒരു സമയത്ത് നൽകും.
അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് അവരവരുടെ കുട്ടികളെ കൊണ്ട് മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾ മുഖാന്തരം കുട്ടികൾ മുഖാന്തരം ആ മാതാപിതാക്കൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല ഗുണാനുഭവങ്ങളും വന്നു ചേരും. പലർക്കും വിദേശത്തൊക്കെ വസിക്കുന്ന സന്താനങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക് യാത്ര ചെയ്യുവാനും അവരോടൊപ്പം വസിക്കുവാനുമുള്ള യോഗം, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ എല്ലാ നന്മകളും നൽകുന്ന ഒരു ഗ്രഹമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഒരുപാട് കാലങ്ങളായി അനുഭവത്തിലില്ലാതിരുന്ന ആ ഒരു സുഖം, സമാധാനം, സന്തോഷം, അത് മനസ്സിനാണെങ്കിലും ശരീരത്തിലാണെങ്കിലും അവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, ധനപരമായ നേട്ടം ഈ സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതുമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് സമസ്ത മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങളെല്ലാവരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുൻ രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ ശുക്രൻ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ബുധൻ. കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപതി. അപ്പോൾ നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ ഭാഗ്യാധിപതിയും ധനത്തിൻ്റെ അധിപതിയുമായ ശുക്രൻ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ടത് ധനപരമായ നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെയാണ്. ഇതാണ് കന്നിരാശിക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഭാഗ്യം ഈ ഒരു സമയം വന്നു ചേർന്ന് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്നത് മുഖാന്തരം അങ്ങനെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ, ജോലിയിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ച, നന്മകൾ ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് കന്നിരാശിക്കാരായ നിങ്ങളുടെ അധിപതിയാണ് ബുധൻ രാശിയുടെ. ആ ബുധൻ നിങ്ങൾക്ക് കർമ്മകാരകനായ ഗ്രഹമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ, കർമ്മം എന്താണോ, അതിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കുന്നത് നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ടായിരിക്കും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന കന്നിരാശിക്കാർക്ക് പോലും നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ചയോ, ഇടം മാറ്റമോ, സ്ഥാനമാറ്റമോ, ശമ്പള വർധനവോ ഒക്കെ ലഭിക്കുക. അതുപോലെ വിദേശ ജോലിക്ക് പരിശ്രമിച്ചാൽ ആ ഒരു വിദേശ ജോലി ലഭിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന കന്നിരാശിക്കാർക്കും അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ കർമ്മ മേഖലയിൽ അനുഭവത്തിൽ വരുന്ന സമയം. ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്നതിന് പ്രയത്നിക്കുന്നവർ ധാരാളമുണ്ട്, കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം. അതുപോലെ ചിലർക്ക് അധ്യാപനപരമായിട്ട്, അതായത് അധ്യാപക ജോലിയിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങളേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു അധ്യാപനം എന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമൊക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭം. സ്വന്തമായൊരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആ ബിസിനസ് മേഖലയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. ഇങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തർക്കും ഭാഗ്യം. അതും കർമ്മസംബന്ധമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കെന്നും മനസ്സിലാക്കുക. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. ഭാഗ്യം പലർക്കും പല തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത് എന്ന് മാത്രം ഓരോരുത്തരും മനസ്സിലാക്കുക. രണ്ടാമത് ശുക്രൻ ധനത്തിൻ്റെ അധിപനായതുകൊണ്ട് സാമ്പത്തികപരമായൊരു മുന്നേറ്റം, ധനപരമായിട്ടുള്ളൊരു നേട്ടം കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. പണം സംബന്ധമായിട്ട് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അപ്രതീക്ഷിതമായ ഉയർച്ച നന്മകളൊക്കെ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ നൽകും. സാമ്പത്തികപരമായി മുന്നേറാൻ പറ്റുന്ന സമയം. അതുപോലെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങൾ കുറേ കാലങ്ങളെ അകന്നു കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളൊക്കെ ഒരുമിച്ച് ചേരുക, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ അടുത്തേക്കൊക്കെ പോകാൻ സാധിക്കുക. കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ, ചിലർക്ക് വിവാഹം നടക്കും, കുടുംബത്തിൽ ചിലർക്ക് ഗൃഹപ്രവേശത്തിനുള്ള യോഗം, ഇങ്ങനെ പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും വളരെ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടു കൂടി കന്നിരാശിക്കാരായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. സാമ്പത്തികപരമായ ഉന്നേറ്റം, നല്ലൊരു ഗുണഫലം, നേട്ടങ്ങൾ, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ ആ ഒരു ദൃഢത, അതുപോലെ മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്ന ഒരു സമയവും, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, കർമ്മസംബന്ധമായ നേട്ടങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. കന്നിരാശിക്കാർക്ക് ഇതൊരു സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും വിട്ടുമാറും. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഓരോരുത്തർക്കും ലഭിക്കുന്ന സമയവുമാണ്. ഈ ശുക്രരാശി മാറ്റം കന്നിരാശിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് നേട്ടങ്ങൾ നൽകും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയി ആ ജാതകപ്രകാരം നടക്കുന്ന സമയവും കാലവും ദശാകാലത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയാൽ ഏറ്റവും ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം വളരെയധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ് ശുക്രരാശി മാറ്റം. ശുക്രൻ നിങ്ങൾക്ക് രാശി മാറി വരുന്നത് സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലേക്കാണ്. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഒരു പാപഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു പാപഗ്രഹം രാശിക്ക് ഉപജയസ്ഥാനത്തെ സർവശ്രേഷ്ഠമായ സ്ഥാനമായ 11ൽ വരുമ്പോൾ ആ ശുക്രൻ്റെ പാപത്വം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ശുക്രൻ എന്ത് ദോഷഫലങ്ങളാണോ നൽകേണ്ടത് അതിന് നേർവിപരീതമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകുന്ന സമയവുമാണ്. 11ൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നൽകുന്നത്. ഈ ശുക്രരാശി മാറ്റം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭകരമായ നേട്ടങ്ങൾ, മംഗളകരമായ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ നൽകും. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി പലർക്കും വിദേശ യാത്ര, വിദേശ യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. വണ്ടി വാഹന യോഗങ്ങൾ അനുഭവത്തിൽ വരും. വാഹനങ്ങൾ മൂലം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരുക. സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗം, അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ഇപ്പോൾ ഒരു ഭൂമി വിൽക്കുവാനായിട്ടുണ്ട്. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭൂമി വിൽക്കാൻ ആഗ്രഹിച്ച് പല തടസ്സങ്ങളുള്ളവരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭൂമി വിൽക്കുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് കടബാധ്യതകൾ, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാൻ സാധിക്കുക, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കുക, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ശുഭകരമായ നേട്ടങ്ങൾ, വണ്ടി വാഹന യോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ധാരാളം ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അപ്രതീക്ഷിതമായ ശുഭകരമായ മംഗളകരമായിട്ടുള്ള ചിലവുകൾ നടക്കുന്ന സമയം. പലർക്കും വിവാഹം പോലെയുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സമയവും കൂടിയാണ് ഇത്. ശുക്രൻ എന്ന് പറയുന്നത് പൊതുവെ നിങ്ങൾക്ക് പാവനായ ഗ്രഹമാണ്. പക്ഷെ 11ൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും. കുറച്ച് കാലങ്ങളായി വിവാഹത്തിനായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി മംഗളകരമായ വിവാഹം നടക്കുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക. നിങ്ങൾക്ക്
ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സമയം. പലരെയും സംബന്ധിച്ച് വിവാഹ ബന്ധത്തിലുള്ള പല വിള്ളലുകളും പ്രശ്നങ്ങളും വിട്ടുമാറുക, അതുപോലെ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ ബന്ധങ്ങൾ പോലും നിങ്ങൾക്ക് പരസ്പരം അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യകാരണങ്ങൾ കൊണ്ടും വിവാഹം കഴിഞ്ഞ് രണ്ടിടങ്ങളിലായിട്ടോ രണ്ട് ഭവനങ്ങളിലായിട്ടോ ഒക്കെ താമസിക്കേണ്ടി വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് വന്നു ചേരും. അങ്ങനെ എല്ലാ തരത്തിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം. ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാർ. നമ്മൾ പറയാറില്ല, സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും. തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ, അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇത്രയും കാലം നിങ്ങൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിച്ചതെങ്കിൽ ഇനി മുന്നോട്ട് തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. കൈകളിലേക്ക് വന്നു ചേരുന്ന പണം, അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ, പാഴ്ചിലവുകൾ വിട്ടുമാറി നിങ്ങൾക്കതൊക്കെ ഒരു ശുഭകരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാരുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരുന്ന പണമൊക്കെ വരുന്നതിലും വേഗം ചിലവായി പോവുക. 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവ്, അതും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിച്ചാൽ പോലും പാഴ്ചിലവായിട്ട് വരുന്ന അവസ്ഥ, അതൊക്കെ വിട്ടുമാറി എല്ലാം ശുഭകരമായി മാറും. അതുപോലെ ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായ മുന്നേറ്റമൊക്കെ വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും അത്യുത്തമമായ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മകരം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം. ആ ബുധൻ്റെ രാശിയായ കന്നിയിലേക്കാണ് ശുക്രൻ വന്നു ചേരുന്നത്, ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക്. ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയിലേക്ക്, കന്നി രാശിയിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് അത് യോഗഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം ശുക്രൻ്റെ രാശിമാറ്റം പലതരത്തിലുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നൽകും. അതുപോലെ തന്നെ ബുധനെന്ന് പറയുന്ന ഗ്രഹമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ദോഷഫലങ്ങളും നീക്കി എല്ലാ നന്മകളും നൽകുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത്. പൊതുവേ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി മകരം രാശിക്കാരെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജികളും വിട്ടുമാറും. പ്രധാനമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി ലഭിക്കും. ശാരീരികമായ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടും. കടബാധ്യതകൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞ് കിട്ടുകയും അപ്രതീക്ഷിതമായി പലയിടത്തു നിന്നും ഒരു സാമ്പത്തികം, പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുക, അവരവരുടെയും അവരവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുക, കടബാധ്യതകൾ പരിഹരിക്കാൻ പറ്റുക, അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്ന ഒരു സമയവുമാണ്. പ്രധാനമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അനാവശ്യ എതിർപ്പുകളോ ശത്രുതകളോ, അത് കർമ്മമേഖലയിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ നേരിടുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഭാഗ്യം മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലായിരിക്കും വന്നു ചേരുക. ചിലർക്കൊരു നല്ല ജോലി ലഭിക്കുന്നത്, മറ്റു ചിലർക്ക് ആരോഗ്യം വീണ്ടും കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു മംഗല്യഭാഗ്യം ഉണ്ടാവുക,
സാമ്പത്തികപരമായിട്ട് ഒന്ന് മുന്നേറാൻ സാധിക്കുക, മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ അധിപതിയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ ശ്രേഷ്ഠത നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. മകരം രാശിക്കാരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലിയിൽ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സോ തൊഴിൽ സംരംഭങ്ങളോ ഒക്കെ ആരംഭിക്കാൻ സാധിക്കുക. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ, മകരം രാശിയിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ, ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ ശ്രേഷ്ഠത ലഭിക്കും എന്നുള്ളതാണ്. വിദേശ ജോലി ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയം. പുതിയതായി ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. ശുക്രൻ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. ഈ ഒരു സമയം മകരം രാശിക്കാർക്ക് പലർക്കും സ്വന്തമായിട്ട് ഒരു ഭൂമി, വാഹന യോഗങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പൂർവികപരമായിട്ട്, അതായത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൂർവിക വഴിയിൽ നിങ്ങൾക്ക് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ വന്നു ചേരും. മകരം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് അനുഭവ യോഗം ഉണ്ടാകുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുക. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉയർ വിദ്യാഭ്യാസം, വിദേശ ജോലി, പഠനം, മംഗല്യഭാഗ്യം ഇതൊക്കെ ലഭിക്കുന്ന അത്യുത്തമമായ ശ്രേഷ്ഠമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. പൊതുവേ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മകരം രാശിക്കാർക്ക് ഏറ്റവും അത്യുത്തമമായ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങളെല്ലാം മകരം രാശിക്കാർക്ക് വന്നു ചേരും. എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന അത്യുത്തമമായ സമയം. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവത്തിൽ വരിക എന്നുള്ളതാണ്. സമയം വളരെ അനുകൂലമാണ്. മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി ഇതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മറ്റും ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്യുത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും അഷ്ടമാധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ് ബുധൻ. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ ഒരു പാപഗ്രഹമല്ല. അങ്ങനെയുള്ള ബുധൻ്റെ രാശിയിലേക്ക് ശുക്രൻ വരുന്ന കാലഘട്ടം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. അഷ്ടമമെന്ന് പറഞ്ഞാൽ അത് ദോഷഫലങ്ങൾ നൽകുന്ന ഭാവം മാത്രമല്ല, അതിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരും. ഇവിടെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കന്നി രാശി, ആ കന്നി രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. നിങ്ങൾക്ക് അഷ്ടമാധിപതിയായ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ ബുധൻ്റെ രാശിയിലേക്കാണ് ആ രാശി മാറ്റം സംഭവിക്കുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല മോശപ്പെട്ട അനുഭവങ്ങളും ജീവിതത്തിലെ ഒരു കാഠിന്യമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പലരും ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ആ രീതിയിലുള്ള പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നോട്ടുള്ള സമയം കുംഭം രാശിക്കാർക്ക് ആ ശുക്രരാശി മാറ്റത്തോടുകൂടി ഇത്രയും നാളും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത മോശപ്പെട്ട അനുഭവങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുന്നോട്ട് അപ്രതീക്ഷിതമായ നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ്. അതായത് പലതരത്തിലുള്ള നല്ല നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ശുക്രൻ കുംഭം രാശിക്കാർക്ക് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമായതിനാൽ നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ വന്നു ചേരും. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും. മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ഓരോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചും സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ഓരോരുത്തരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ പലതാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. പക്ഷേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിക്കുന്നവരാണ്.
അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി മനസ്സിന് ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അതുപോലെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റം ലഭിച്ച് ആ ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം, ഒരു ഉണർവ് ഒക്കെ ലഭിക്കുക, ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി പലതരത്തിലുള്ള നന്മകൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച, ധനലാഭം വന്നു ചേരും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ആ ജോലിയിൽ നല്ല ശ്രേഷ്ഠത ലഭിക്കുക, കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരുമാനം ലഭിക്കുന്ന ഒരു സമയവുമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച ലഭിക്കും. പലർക്കും ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് സമയം അനുകൂലമാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. കർമ്മസംബന്ധമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പലർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, പുതിയ തൊഴിലോ ബിസിനസ് സംരംഭങ്ങളോ ആരംഭിക്കുവാനുള്ള സമയം, പാർട്ട്ണർഷിപ്പിലൊക്കെ പരസ്പര ധാരണയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. കർമ്മസംബന്ധമായിട്ട് നല്ല മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഗൃഹത്തിന് സ്വന്തമായിട്ടൊരു ഗൃഹം, ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും യോഗമുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. പലർക്കും സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനുമൊക്കെയുള്ള യോഗം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ, ഇപ്പോൾ താമസിച്ചു വരുന്ന ഭവനം ഒന്ന് പുതുക്കി നിർമ്മിക്കുവാൻ ഒക്കെയുള്ള ഒരു യോഗം ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രൻ നൽകും. ശുക്രൻ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. ഒരു സുഖം, സമാധാനം, ലൗകിക ജീവിതത്തിൽ തൃപ്തിയൊക്കെ നൽകുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ആരോഗ്യ കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ശുക്രൻ ദാമ്പത്യ കുടുംബജീവിതത്തിന് ഏറ്റവും അത്യുത്തമമായ ഗ്രഹമായതിനാൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക. അതുപോലെ അനുയോജ്യമായ വിവാഹം, മംഗളകരമായിട്ടുള്ള ഒരു വിവാഹ ബന്ധം ലഭിക്കുക. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണഫലങ്ങൾ ദാമ്പത്യ കുടുംബജീവിതത്തിലും ശുക്രൻ നൽകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് സമയം ഏറ്റവും അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളാണ് ഓരോ വ്യക്തികൾക്കും നൽകുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പല പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ഈ ശുക്രരാശി മാറ്റം നൽകും. ലൗകിക ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നന്മകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. ഈ സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.